ഹായ് എവരിവൺ, ഇതെൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. എൻ്റെ പഴയ 5 വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. KTU സിലബസിലെ ഡാറ്റ മൈനിങ് മോഡൽസിലെ ഡിസ്ക്രിപ്റ്റീവ് മോഡലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് മോഡലിൻ്റെ ക്ലാസിഫിക്കേഷൻ? പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് മോഡലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ക്ലസ്റ്ററിങ്, സമ്മറൈസേഷൻ, അസോസിയേഷൻ റൂൾസ്, സീക്വൻസ് ഡിസ്കവറി. ഇനി നമുക്കിത് ഓരോന്ന് പഠിക്കാം. ആദ്യത്തെയാണ് ക്ലസ്റ്ററിങ്. വാട്ട് ഈസ് ക്ലസ്റ്ററിങ്? ഇറ്റ് ഈസ് സിമിലർ ടു ക്ലാസിഫിക്കേഷൻ എക്സെപ്റ്റ് ദാറ്റ് ദ ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രീ ഡിഫൈൻഡ് ബട്ട് റാദർ ഡിഫൈൻഡ് ബൈ ദ ഡേറ്റ അലോൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ സിമിലാരിറ്റി അനുസരിച്ച് ഗ്രൂപ്പ്സായിട്ട് മാറ്റുന്നതിനാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. നമ്മളത് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് നമ്മൾ യൂസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ബിഹേവിയറുള്ള കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്ലസ്റ്ററിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയും 2ാമത്തെ ക്ലാസിഫിക്കേഷനാണ് സമ്മറൈസേഷൻ. വാട്ട് ഡു മീൻ ബൈ സമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറൈസേഷൻ മാപ്സ് ഡേറ്റ ഇൻറ്റു സബ്സെറ്റ്സ് വിത്ത് അസോസിയേറ്റഡ് സിമ്പിൾ ഡിസ്ക്രിപ്ഷൻസ്. ഒരു ഡേറ്റയുടെ സമ്മറി അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സമ്മറൈസേഷൻ യൂസ് ചെയ്യുന്നത്. സമ്മറൈസേഷൻ്റെ വേറെ പേരാണ് ക്യാരക്ടറൈസേഷൻ ഓർ ജനറലൈസേഷൻ. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഗ്രേഡിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രേഡിംഗ് ഓഫ് സ്റ്റുഡൻസ് ചെയ്യും, ടേക്കിംഗ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതെല്ലാം സമ്മറൈസേഷന് എക്സാമ്പിളായിട്ടാണ്. ഒരു ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് ആണ് പറയുന്നത് സമ്മറൈസേഷൻ. ഇനിയും 3ാമത്തെ ക്ലാസിഫിക്കേഷനാണ് അസോസിയേഷൻ റൂൾസ്. അസോസിയേഷൻ റൂൾസ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലിങ്ക് അനാലിസിസ്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് അഫിനിറ്റി അനാലിസിസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡാറ്റ മൈനിങ് ടാസ്ക് ഓഫ് അൺകവറിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ഡാറ്റ. ഡേറ്റ തമ്മിലുള്ള ഇൻട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനാണ് അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ബ്രെഡ് മേടിക്കുന്ന ആളായിരിക്കും ജാമും കൂടെ മേടിക്കുന്നത്. അങ്ങനെ ചില ഐറ്റംസ് ഒരുമിച്ച് മേടിക്കുന്നതുണ്ട്. ബ്രെഡ് ബട്ടർ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ അങ്ങനെ ഡേറ്റയെ തമ്മിലുള്ള ഇൻട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനാണ് പറയുന്നത് എന്ത്? അസോസിയേഷൻ റൂൾസ്. ഇനി 4ാമത്തെ ആണ് സീക്വൻസ് ഡിസ്കവറി. വാട്ട് യു മീൻ ബൈ സീക്വൻസ് ഡിസ്കവറി? It is used to determine sequential patterns in data. These patterns are based on a time sequence of actions. ചില ഡേറ്റാസ് സീക്വൻസായിട്ട് വരുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്ന ആളായിരിക്കും പ്രിൻ്റർ മേടിക്കുന്നത്, പ്രിൻ്റർ മേടിക്കുന്ന ആളായിരിക്കും CD മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഡേറ്റാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീക്വൻസായിട്ട് ഒരു റിലേഷൻഷിപ്പ് കാണും. അപ്പം അതിനെ കണ്ടുപിടിക്കുന്നതിനാണ് പറയുന്നത് എന്ത്? സീക്വൻസ് ഡിസ്കവറി. അപ്പോൾ ഇത്രയാണ് ഡാറ്റ മൈനിങ് മോഡൽസ്. അടുത്ത ദിവസം നമുക്ക് ഡാറ്റ വെയർഹൗസിങ് പഠിക്കാം. അപ്പോൾ ഇത് കാണുക, പഠിക്കുക, KTU എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.